എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന സംഭവത്തിലെ പ്രതി ലഹരിക്കടിമയാണെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ യുവജനങ്ങളും ലഹരിക്കടിമകളാണെന്നാണ് പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം, പൊതുവായിട്ടുള്ളൊരു സംസാരം. പണ്ടത്തെ യുവാക്കൾ ഒരു സിഗരറ്റ് അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിച്ചിരുന്ന സ്ഥാനത്ത് ഇന്നത്തെ യുവജനങ്ങൾ മയക്കുമരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മയക്കുമരുന്നുകൾ വരുന്ന വഴി അടയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ആ യുവാവ് അല്ലാതെ സുബോധത്തോടെ ഒരു വ്യക്തിക്കും 5 കൊലപാതകം അല്ലെങ്കിൽ 6 പേരെ കൊല്ലാനുള്ള ശ്രമം നടത്താൻ സാധിക്കുകയില്ല. 5 കൊലപാതകം ചെയ്ത ഇയാൾ വ്യക്തികൾ പറഞ്ഞു, ഇയാളുടെ അയൽവാസികൾ പറഞ്ഞു ഇയാൾ മതവിശ്വാസിയായിരുന്നു, ഇയാൾ മാന്യനായ ഒരാളായിരുന്നു. പക്ഷേ ഇയാൾക്ക് ഈ ചെറുപ്പത്തിൽ 25 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത്. ഈ ചെറുപ്രായത്തിൽ 25 ലക്ഷം രൂപയുടെ കടമുണ്ടാക്കി ഇയാൾ പണ ഇടപാടുകൾ എന്തൊക്കെയാണെന്നും കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ ഇയാൾ എന്തൊക്കെ ഇടപാടുകൾ നടത്തിയെന്നുള്ളൊരു നമുക്ക് പോലീസിന് കണ്ടെത്താൻ സാധിക്കും. ഇയാൾ വൻ ലഹരി മാഫിയയുടെ ഇടപാടുകാരനായിരുന്നു പോലും നമുക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നത്. ഇയാൾ വൻ ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള കാര്യം ഈ കൊലപാതകത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെയാണ് കഴിഞ്ഞ ദിവസം കോട്ടയം മാമ്പാടിയിൽ നടന്നത്. ഒരു ലേഡി മദ്യപിച്ച ലക്ക് കെട്ടിൽ ബസ്സിൽ കയറി മറ്റൊരു യുവതിയെ വിക്രമിക്കുന്ന ഒരു സംഭവം സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാകുന്ന ഒരു കാഴ്ചകളാണ്. ഇപ്പോൾ കേരളത്തിലുള്ള പുരുഷന്മാരെന്ന യുവജനങ്ങളിൽ യുവാക്കൾ മാത്രമല്ല യുവതികളും എല്ലാം ഈ ലഹരികൾക്ക് അടിമകളാണ്, മയക്കുമരുന്നിൻ്റെയും മറ്റു അടിമകളാണെന്ന് വളരെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലുള്ള പ്രവർത്തികളാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾസോൺ കൺട്രി എന്ന ഒരു സ്ഥാനത്ത് നിന്ന് ഡെവിൾസോൺ കൺട്രി എന്നൊരു സ്ഥാനത്തേക്കാണ് കേരളത്തിൻ്റെ പോക്ക്. ഇതുപോലെ തുടർച്ചയായി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വരുന്ന വഴികൾ അടയ്ക്കാനുള്ള മാർഗങ്ങൾ തെളിയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനെതിരെ പൊതുസമൂഹം ശക്തമായി പൊതുസമൂഹം ഇടപെടണം. ജനപ്രതിനിധികളും ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇതുപോലെയുള്ള മയക്കുമരുന്ന് ലോബിയുടെ ഒരു കേന്ദ്രമായി മാറുകയാണോ കേരളമെന്ന് നമുക്ക് ഇതുപോലുള്ള മയക്കുമരുന്നിന് അടിമകളായി യുവാക്കൾ മാറിക്കഴിഞ്ഞാൽ പൊതുജനങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അതിക്രമത്തിൻ്റെയും മറ്റും ഒരവസ്ഥയിലേക്ക് നമ്മളെ സംസ്ഥാനം എത്തുമോ എന്നൊരു ഭയപ്പെടുന്നില്ലാണ് എല്ലാവരും. ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീളുകയേ ഉള്ളൂ. മയക്കുമരുന്ന് അടിമകളായി കഴിഞ്ഞാൽ യുവാക്കൾ ഇതൊക്കെ സുബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നതെന്ന് ഇവർക്കറിയില്ല. ഒരു സ്വന്തം അമ്മയോ അപ്പങ്ങളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ കൊലപാതകമായിരിക്കും, നാളെ വേറെ പീഡനങ്ങൾ വരെ ഇതിൻ്റെ മറവിൽ നടന്നേക്കാമെന്ന് ഈ സുബോധമില്ലാതെ ഇവ ചെയ്യാൻ വലിയ സാധ്യതയുണ്ടെന്നുള്ള കാര്യം പൊതുസമൂഹം മനസ്സിലാക്കുക. ഇതിനെതിരെ നമ്മൾ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഇതുപോലുള്ള മയക്കുമരുന്ന് ലോബികൾക്കെതിരെ നമ്മൾ പ്രതികരിക്കണം. ഇവരെ സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്ന ഇതുപോലെയുള്ള മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ നമ്മൾ ശക്തമായി ഇടപെട്ട് ഇത് കൂട്ടിക്കെട്ടിക്കാനുള്ള നടപടികൾ നമ്മൾ തന്നെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. പൊതുജനങ്ങൾ ഇതിനെതിരെ പുറത്തിറങ്ങി പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. എവിടെ ഇത് ഉപയോഗിക്കുന്ന കണ്ടാലും അതിനെ തടയാൻ പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് തടയുകയാണ് ചെയ്യേണ്ടത്. ഒരു യുവജനങ്ങൾ നശിക്കുകയാണ് ചെയ്യുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചത്. പണ്ടത്തെ കാലത്ത് യുവജനങ്ങൾ കൂടി വന്ന അവർ സിഗരറ്റ് വലിക്കുന്ന സ്ഥാനത്താണ് ഇപ്പോൾ മയക്കുമരുന്നും ഡ്രഗ്സും ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യം പൊതുസമൂഹം മനസ്സിലാക്കുക. ഇതുപോലുള്ള ആൾക്കാർ മയക്കുമരുന്ന് യുവജനങ്ങളാണ് ഉപയോഗിക്കുന്നു. 25 വയസ്സ് താഴെയുള്ള യുവജനങ്ങൾ, 28 വയസ്സ് താഴെയുള്ള യുവജനങ്ങൾ അധികം പേരും ഇപ്പോൾ ഉപയോഗിക്കുന്നത് മദ്യമല്ല, മയക്കുമരുന്നുകളും ഡ്രഗ്സുമാണ് ഉപയോഗിക്കുന്നതെന്ന കാര്യം മനസ്സിലാക്കുക. ഇതിനുള്ള പണം കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ പണം പലിശക്കെടുത്തും അങ്ങനെയൊക്കെ എടുത്താണ് ഇവർ ഇതുപോലെ കടം ഉണ്ടാക്കിയത്. ഈ യുവാവിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ മയക്കുമരുന്നിൻ്റെ കണ്ണിയായിരുന്നു പോലും നമുക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നേ വന്നിരിക്കുന്നത്. ഇതിന് വേണ്ട വിധത്തിലുള്ള അന്വേഷണം ഇതിൻ്റെ കണ്ണികളെ മൊത്തം പൂട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ സംസ്ഥാനം ക്ലീൻ ആവുകയുള്ളൂ എന്നുള്ള കാര്യം എല്ലാ പൊതുപ്രവർത്തകരും മനസ്സിലാക്കുക. എന്നിട്ട് ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന് രാഷ്ട്രീയ ഭേദമന്യേ നിന്ന് ജനപ്രതിനിധികളും ഇതിനെതിരെ ഒരു നിയമം പാസാക്കിക്കൊണ്ട് ഇത് ഉപയോഗിക്കുന്നവരെയും വീഴ്ത്തുന്നവരെയും ഈ പോലെ എന്തെങ്കിലും ജയിലിലിടാനുള്ള ഒരു വകുപ്പ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അടുത്ത തലമുറ നശിച്ച് മയക്കുമരുന്ന് നടത്തി ഭ്രാന്തന്മാരായി വിവേകാനന്ദന്മാരെ പോലെ കേരളം ഒരു ഭ്രാന്താലയമായി മാറാൻ ഒരു താമസമില്ലെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനാശംസകൾ.